ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നത്. കൽമാസ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടെല്ലാം നമുക്കിത് യൂസ് ആക്കാം. ഇതിന് വേണ്ടി ഞാനൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ്റെ മസാലയാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റായ ഒരു സ്നാക്കാണ്. നമ്മുടെ തലശ്ശേരിയിലെ തട്ടുകടയിലെല്ലാം മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 വലിയ പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കുക, കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ. ഇനി ഞാൻ ഇതിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ മഞ്ഞളും ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചതാണ്. ചെറുങ്ങനെ പീസാക്കിയതാണ്. നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നല്ലോണം ഓവറായി കുക്കായി പോകണ്ട, അപ്പോൾ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഉള്ളിയും ചിക്കനെല്ലാം ഇങ്ങനെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 സ്പൂണ് മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂണ് പെപ്പർ പൊടി ഇട്ടിട്ടുണ്ട്, 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല വേണം. ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണം. നമുക്ക് മസാലയിലൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുക. അതിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതി. മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റ് 4-5 മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഞാൻ ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടി നമുക്കൊരു മാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാ അരിപ്പൊടി, പത്തിരി പൊടിയല്ലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഒരു അരപ്പുണ്ടാക്കണം. ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരഞ്ഞാൽ മതി, വെള്ളമൊന്നും ചേർക്കാതെ. ഞാൻ ഈ ഒരു 1.5 കപ്പാണ് അരി എടുത്തത്. ഇതിൻ്റെ ഒരു 1.5 കപ്പ്. ഇപ്പം ഇതിലേക്ക് ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവൻ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൈനെ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടിയും ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് ഇതിൽ മിക്സായി വരണം. എല്ലാവരും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഇളം ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അധികം ചൂടുള്ള വെള്ളം വേണ്ട, തണുത്ത വെള്ളം എടുക്കണ്ട. ഒരു ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് ടൈം എടുത്തൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ടൈം എടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം. അരിപ്പൊടി പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടണം. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് എണ്ണ തടയിട്ട് ഒരു ബൗളിങ്ങനെ എടുക്കുക. ഈ ഉണ്ടയുടെ വലുപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ നന്നായിട്ടൊന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കാം.
നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ചിക്കൻ്റെ മസാല ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഇതിന് കണക്കൊന്നുമില്ല, നിങ്ങൾ ഉണ്ട എത്ര എടുക്കുന്നത് വലിപ്പത്തിൻ്റെ അതിനനുസരിച്ച് മസാല വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കണം. പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഉന്നക്കായൻ്റെ ഷേപ്പിലല്ലോ ആക്കിയെടുക്കുക. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഞാനിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്കാണെങ്കിൽ പുഴുങ്ങലരി പുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഈ മസാല വേണമെങ്കിൽ നമുക്ക് ബീഫും എടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചിക്കൻ വെച്ചിട്ടാണെങ്കിലും ബീഫ് വെച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളൊരു കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഓയിൽ പുരട്ടി കൊടുക്കുക, കുറച്ച് മാവെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കൽമാസ് മുഴുവനും സ്റ്റീമറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടിയിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് മുഴുവൻ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് 25 മിനിറ്റാണ് വേവാൻ വന്നത്. നല്ല അടിപൊളി സോഫ്റ്റായിട്ട് കൽമാസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് പൊരിക്കാണ്ട് തിന്നാൽ നമ്മളെ കലിമക്കായലുള്ളതുപോലെ പൊരിക്കാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊരിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അതിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളിലുള്ളവർ പൊരിക്കാണ്ട് കഴിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ കൽമാസ് ഇട്ട് കൊടുക്കുക. മൊത്തം മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് ഓയിലൊന്നും ആവശ്യമില്ല, ഓൾറെഡി വെന്ത സാധനമാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൽമാസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. നമ്മൾ കലുമക്കായൻ്റെ ഒരു ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ കൽമാസ് മുഴുവൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു കളർ മാറുന്നവരൊന്ന് ചെയ്താൽ മതി. അങ്ങനെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൽമാസ് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു കളർ മതി. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻസിലൂടെ അഭിപ്രായം പറയാം. അങ്ങനെ ഇതുപോലെ നമ്മളെല്ലാം മുഴുവനും പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.